പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 മെയ് 2-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നടക്കാൻ പോവുകയാണ്. ആ കമ്മീഷനിങ് നടത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയായി. ആ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കമ്മീഷനിങ് പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ്റെ മകൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ എന്ന് പറയുന്ന ഇവരൊക്കെ തന്നെ പിന്നെ പിണറായിയോടൊപ്പം വിഴിഞ്ഞം തുറമുഖം സന്ദർശന വേളയിൽ ഉണ്ടായി. തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ ഉണ്ടായിരുന്നു. പിന്നെ ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സന്ദർശനത്തിൽ പിണറായി വിജയൻ തന്നെ കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടിയതിൽ ആർക്കും ഒരു വിമർശനവും ഉന്നയിക്കാൻ കഴിയില്ല. കാരണം അതൊരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു അവിടെ നടന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ വിദേശയാത്രകളെല്ലാം പോകുമ്പോൾ പിന്നെ ബന്ധുക്കൾ, പിന്നെ ഭാര്യയും മക്കളെയൊക്കെ പലപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ആ കൊണ്ടുപോകുന്നതിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പിണറായി വിജയന് അവരെ കൊണ്ടുപോകാനുള്ള അവകാശവും പിണറായി വിജയനുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഭാര്യയൊക്കെ ആയിട്ട് വിദേശയാത്രകൾക്കൊക്കെ പോകാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ വിവാദം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം? പിണറായി വിജയൻ വിഴിഞ്ഞത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടതിന് ശേഷം വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം പിണറായി വിജയൻ വിളിച്ചു. ആ യോഗത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉണ്ടായിരുന്നു. അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അദാനി പോർട്ടിലെ അദാനിയുടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാമുള്ള ഒരു ഉന്നതതല യോഗം പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ചെന്നപ്പോൾ വിളിച്ചു. സ്വാഭാവികമായ ഉന്നതതല യോഗം വിളിക്കുന്ന 2-ാം തീയതിയിലത്തെ ഈ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയായി എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ യോഗത്തിൽ സ്വാഭാവികമായും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ, അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അദാനി തുറമുഖത്തിൻ്റെ അദാനിയെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയാണല്ലോ സാധാരണഗതിയിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെ പങ്കെടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ പിണറായി വിജയൻ തന്നെ പുറത്തേക്ക് കൊടുത്ത ഒരു ഫോട്ടോയിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ യോഗത്തിൽ നേരത്തെ പറഞ്ഞ ആളുകൾ മാത്രമല്ല, മറിച്ച് പിണറായി വിജയൻ്റെ ഭാര്യ കമല വിജയൻ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മകൻ ഇഷാൻ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ, അവരുൾപ്പെടെയുള്ളവർ ആ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് തന്നെ ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? ഒരു തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് എന്താണ് സ്ഥാനം? മുഖ്യമന്ത്രിയല്ലേ ജനങ്ങൾ മുഖ്യമന്ത്രിയാകാൻ തെരഞ്ഞെടുത്തത്? മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ? മുഖ്യമന്ത്രി വിളിക്കുന്ന ഒരു ഉന്നത യോഗത്തിൽ പങ്കെടുക്കേണ്ടവരാരൊക്കെയാണ്? വകുപ്പ് മന്ത്രി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, അവരൊക്കെയല്ലേ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുക്കുന്നതിൻ്റെ യുക്തി എന്താ സുഹൃത്തുക്കൾ? ഇതെന്താ പിണറായി വിജയൻ്റെ തറവാടാണോ കേരളം? പിണറായി വിജയൻ കേരളം എന്ന് പറഞ്ഞത് തറവാട്ടിലെ കാരണവരല്ലല്ലോ. തറവാട്ട് കാരണവർക്ക് തറവാടിൽ ഒരു യോഗം വിളിക്കുമ്പോൾ ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുക്കളെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭരണഘടനാ തലവനല്ലേ പിന്നെ പിണറായി വിജയൻ? ആ പിണറായി വിജയൻ വിളിക്കുന്ന ഒരു ഔദ്യോഗിക യോഗത്തിൽ പിണറായി വിജയൻ്റെ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനും എന്താണ് സ്ഥാനം എന്നുള്ള ചോദ്യം വളരെ വ്യാപകമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദമായിരിക്കുകയാണത്. അത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണെന്നുള്ള നിലയിലുള്ള വിവാദം ഉയർന്നുകൊണ്ട് ആ വിവാദം സംബന്ധിച്ച് പിന്നെ പാർട്ടി കേന്ദ്രങ്ങൾ മറുപടി നൽകേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഞാനൊരു മറുപടി ആവശ്യപ്പെടുന്നത് സംസ്ഥാന സെക്രട്ടറിയോടല്ല. കാരണം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ ഒരു കോടാലി കൈയാണ്. പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ആളാണ് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ. ഞാൻ അതുകൊണ്ട് അയാളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. എനിക്ക് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയോടാണ് ചോദിക്കേണ്ടത്.
കാരണം ഇന്ത്യയുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം വഹിക്കുന്ന, ഉത്തരവാദിത്വ സ്ഥാനം വഹിക്കുന്ന ആളാണ് MA ബേബി. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അയാളോടാണ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അയാളോട് 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, പിണറായി വിജയൻ പങ്കെടുത്ത ഈ ഔദ്യോഗിക യോഗത്തിൽ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുത്തത് സംബന്ധിച്ച് എന്താണ് ബേബിയുടെ അഭിപ്രായം? എന്താണ് ദേശീയ ജനറൽ സെക്രട്ടറി ബേബിക്ക് പറയാനുള്ളത്? അത് ശരിയാണോ തെറ്റാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമതൊരു ചോദ്യമുണ്ട്. അതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതും ഏറ്റവും ഗുരുതരവുമായിട്ടുള്ള ചോദ്യം. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഒരു സാമ്പത്തിക ഇടപാട് കേസിലെ പ്രതിയാണ്. എക്സാലോജിക്കും CMRL-മായി നടത്തിയ 2.7 കോടി രൂപയുടെ ഒരു അനധികൃത പണമിടപാട് കേസിൽ SFIO എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ കേസിലെ 7ാം പ്രതിയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ. പിണറായി വിജയൻ്റെ മകൾ പങ്കെടുത്തത് ശരിയാണെന്നുള്ളത്, മകൾ പങ്കെടുത്തത് തന്നെ തെറ്റാണ്. പക്ഷെ അതിലുപരി ഒരു സാമ്പത്തിക അഴിമതി കേസിൽ 9ാം പ്രതിയായി നിൽക്കുന്ന വീണ വിജയന് എങ്ങനെയാണ് മുഖ്യമന്ത്രി വിളിക്കുന്ന ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള മറുപടി ഗോവിന്ദൻ്റെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ട. കാരണം ഗോവിന്ദൻ്റെ കോടാലിക്കൈയാണ്. പക്ഷേ ബേബി, MA ബേബിക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് കേസിലെ പ്രതി പങ്കെടുത്തത് സംബന്ധിച്ച് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്കറിയണം. ആ മറുപടി പറയാൻ താമസിക്കുന്നിടത്തോളം ഈ അനധികൃത, ഈ നിയമവിരുദ്ധ, ഈ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെ ബേബിയും അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ വരും. അതുകൊണ്ട് പിണറായി വിജയൻ പങ്കെടുത്ത ഈ ഉന്നതതല ഔദ്യോഗിക യോഗത്തിൽ പിണറായി വിജയൻ്റെ മകളും ഒരു സാമ്പത്തിക അഴിമതി കേസിൽ 9ാം പ്രതിയുമായിട്ടുള്ള ഒരു വനിത പങ്കെടുത്തത് ശരിയോ തെറ്റോ, അത് നിയമവിരുദ്ധമാണോ ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള മറുപടി CPM എന്ന് പറഞ്ഞ അഖിലേന്ത്യാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിക്ക് ജനങ്ങളോടും പാർട്ടി അണികളോടും നൽകാൻ ബാധ്യതയുണ്ട് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്.